വസ്തുതകൾ പുറത്തു കൊണ്ടുവരികയും പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നത് ജനാധിപത്യ പ്രക്രിയയുടെ അനിവാര്യമായ ഭാഗമാണ്. ഈ ദൌത്യം സത്യസന്ധമായി നിർവഹിക്കുന്നതിനിടയിൽ പീഡനങ്ങൾ ഏൽക്കുകയും രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വരികയും ചെയ്തവർ അനേകമാണ്. അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതോടൊപ്പം പത്രസ്വാതന്ത്ര്യത്തിനും പത്രപ്രവർത്തനത്തിനും മാഗ്ന കാർട്ടയായി ലോകം കരുതുന്ന പുസ്തകം എയറോ പാജറ്റിക് എഴുതിയ മഹാനായ ആംഗലേയ കവി ജോൺ മിൽട്ടനെയും ഈ അവസരത്തിൽ സ്മരിച്ചുകൊണ്ട് എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുന്നു. ഇന്ന് കേരള ജനത ഉറ്റുനോക്കുന്ന 3 നേതാക്കന്മാർ നമുക്കുണ്ട്. ഇപ്പോൾ ഭരണത്തിൽ സൽഭരണത്തിനുവേണ്ടിയും സംസ്ഥാനത്തിന്റെ സമഗ്ര ക്ഷേമത്തിനുവേണ്ടിയും ഒരുപാട് പ്രതീക്ഷകളുമായി ഇവരെ കേരള ജനത ഉറ്റുനോക്കുകയാണ്. ഇവർ മറ്റാരുമല്ല, ശ്രീ ഉമ്മൻചാണ്ടിയും ശ്രീ കെ എം മാണിയും ശ്രീ കുഞ്ഞാലിക്കുട്ടിയുമാണിവർ. അതിൽ പ്രിയങ്കരനായ ധനമന്ത്രി മാണി സാർ ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. ഇവിടെ അടിസ്ഥാന അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട നൂറുകണക്കിന് പ്രാദേശിക പത്ര ദൃശ്യ മാധ്യമ പ്രവർത്തകർക്ക് 2011 കേരള ബഡ്ജറ്റിൽ ആദ്യമായി ക്ഷേമനിധിക്കായി 1 കോടി രൂപ നീക്കിവെച്ച നമ്മെ ചെറുതായെങ്കിലും ആശ്വസിപ്പിച്ച നമ്മുടെ പ്രിയങ്കരനായ മാണി സാറിനെക്കുറിച്ച് എന്തെങ്കിലും പറയാതിരിക്കുന്നത് അനൌചിത്യമായിരിക്കും. പ്രാദേശിക ലേഖകരുടെ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ധനമന്ത്രിയെ ധരിപ്പിക്കുന്നതിനും ഏറ്റവും അനുയോജ്യമായ അവസരമായിട്ടാണ് ഈ നേതൃസംഗമത്തെ ഞാൻ കാണുന്നത്. കേരള പത്രപ്രവർത്തക അസോസിയേഷന്റെ സുഹൃത്തും അഭ്യുദയകാംക്ഷിയുമായ ബഹുമാനപ്പെട്ട ചീഫ് വിപ്പ് ശ്രീ പി സി ജോർജ് വിവാദങ്ങൾക്കിടയിലും ഞങ്ങളോടൊപ്പമുള്ളത് അസോസിയേഷൻ ശക്തി പകരുന്നു. പത്രപ്രവർത്തക അസോസിയേഷന്റെ പരിപാടികളിൽ ഇതിനു മുമ്പും പങ്കെടുക്കുകയും ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതുമായ ശ്രീ ആന്റോ ആന്റണി എംപിക്കും ശ്രീ ജോസ് കെ മാണി എംപിക്കും എംഎൽഎമാരായ ശ്രീ സുരേഷ് കുറുപ്പിനും ശ്രീമതി ബിജിമോൾക്കും വേദിയിലിരിക്കുന്ന പ്രമുഖ വ്യക്തികൾക്കും സംസ്ഥാന ജില്ലാ താലൂക്ക് ഭാരവാഹികൾക്കും സംഘാടക സമിതി അംഗങ്ങൾക്കും എനിക്കും എപ്പോഴും ഊർജ്ജം പകരുന്ന എന്റെ സഹപ്രവർത്തകർക്കും എന്റെയും സംഘടനയുടെ പേരിലും ആദരവും ബഹുമാനവും പ്രകടിപ്പിക്കുന്നു. ജോംവ എന്ന ചുരുക്കനാമത്തിൽ അറിയപ്പെടുന്ന കേരള പത്രപ്രവർത്തക അസോസിയേഷൻ എന്ന ആശയം രൂപപ്പെട്ടത് പ്രാദേശിക പത്ര ദൃശ്യ മാധ്യമ പ്രവർത്തകരോടുള്ള അവഗണനയും വിവേചനവും അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉയർത്തിക്കാണിക്കുന്നതിന് ഒരു വേദിയുടെ അഭാവം പ്രകടമായതുമൂലമാണ്. കൂടാതെ മാധ്യമ തൊഴിൽ രംഗത്ത് നിലവിലുള്ള സംഘടനയുടെ സവർണ വല്യേട്ടൻ മനോഭാവവും രൂപീകരണത്തെ വളരെയധികം സഹായിച്ചു. ഇന്ന് തൊഴിൽ രംഗത്ത് എല്ലാ മേഖലകളിലും തൊഴിലാളികളുടെ താൽപര്യ സംരക്ഷണത്തിനായി സംഘടനകൾ രൂപം കൊണ്ടുകഴിഞ്ഞു. നമ്മളും മാധ്യമ തൊഴിൽ രംഗത്ത് നിർണായക ശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സംഘടനയ്ക്ക് കിട്ടിയ അംഗീകാരമാണ് ക്ഷേമനിധി ബോർഡും മാണി സാർ ബഡ്ജറ്റിൽ നീക്കിവെച്ച 1 കോടി രൂപയും. നമ്മുടെ അധ്വാനവും വിയർപ്പും കൊണ്ടാണ് മാധ്യമ മുതലാളിമാർ അവരവരുടെ സാമ്രാജ്യങ്ങൾ നിലനിർത്തിയിട്ടുള്ളത്. നമ്മൾ മാധ്യമ മുതലാളിമാർക്കെതിരല്ല, അവരുടേത്. നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ചും ലക്ഷ്യപ്രാപ്തിയെക്കുറിച്ചും വ്യക്തമായ ചിത്രം നൽകേണ്ടത് എന്റെ ബാധ്യത കൂടിയാണ്. UDF ഇലക്ഷൻ പ്രകടനപത്രികയിൽ പ്രാദേശിക ലേഖകർക്ക് ക്ഷേമനിധി നടപ്പാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ബഡ്ജറ്റ് പ്രഖ്യാപനവും കഴിഞ്ഞ് 1 വർഷം തന്നെ എടുത്തു ക്ഷേമനിധിക്ക് സർക്കാർ ഭരണാനുമതി നൽകാൻ. സർക്കാരിന്റെ ഭാഗത്ത് ഒച്ചഴിയുന്ന വേഗത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പത്ര മാനേജ്മെന്റുകളിൽ നിന്നും ക്ഷേമനിധിയിലേക്ക് വിഹിതം വാങ്ങുന്നതിന് അവരെ ഒന്ന് വിളിച്ചുകൂട്ടാനുള്ള ആർജവം സർക്കാർ കാണിച്ചിട്ടില്ല. ആരെയൊക്കെ പ്രീണിപ്പിക്കുന്നു, ആരെയൊക്കെ ഭയപ്പെടുന്നു. നമ്മുടെ സെക്രട്ടേറിയറ്റ് മാർച്ചുകൾക്കും കൂട്ടോപവാസങ്ങൾക്കും സർക്കാരിന്റെ കണ്ണുറപ്പിക്കാൻ കഴിയുന്നില്ല. സഹിക്കവയ്യാതെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഞങ്ങൾ. കേരളത്തിന്റെ ജില്ലാ ആസ്ഥാനങ്ങളിൽ താവട്ടത്ത് പ്രവർത്തിക്കുന്ന സവർണ മാധ്യമ പ്രവർത്തകർ എന്ന് അവകാശപ്പെടുന്നവർക്ക് സർക്കാർ വാരിക്കോരി ആനുകൂല്യങ്ങൾ നൽകുമ്പോൾ അടിസ്ഥാനാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട കേരളത്തിന്റെ ഗ്രാമാന്തരങ്ങളിൽ പ്രവർത്തിക്കുന്ന നൂറുകണക്കിന് പ്രാദേശിക മാധ്യമ പ്രവർത്തകരെ സർക്കാർ കണ്ടില്ലെന്ന് ഭാവിച്ച് അവരെ തെരുവിലിറക്കിയുമാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് UDF സർക്കാരിന്റെ ഭൂഷണമായിരിക്കില്ല എന്നും ഓർമ്മിപ്പിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു. പ്രാദേശിക പത്ര ദൃശ്യ മാധ്യമ പ്രവർത്തകർക്ക് ജില്ലാടിസ്ഥാനത്തിൽ പ്രസ് അക്രഡിറ്റേഷൻ നൽകണം. ആന്ധ്രാപ്രദേശിൽ ഇത് പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. അവിടെ 6000-ലധികം ജില്ലാ അക്രഡിറ്റേഷനുകൾ കൊടുത്തിട്ടുണ്ട്. സംസ്ഥാന പ്രസ് അക്രഡിറ്റേഷൻ കമ്മിറ്റിക്ക് പുറമെ ജില്ലാ പ്രസ് അക്രഡിറ്റേഷൻ കമ്മിറ്റിയും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. KUWJ-യിൽ പ്രവർത്തിക്കുന്ന കുറച്ച് സവർണ മാധ്യമ പ്രവർത്തകർക്ക് മാത്രം പോരാ, സർക്കാർ സഹായത്തിൽ ആരോഗ്യ സുരക്ഷാ പദ്ധതി. മാധ്യമ പ്രവർത്തകരെ സർക്കാർ ഒരേ കണ്ടുകൊണ്ട് കാണണം. എല്ലാ മാധ്യമ പ്രവർത്തകർക്കും ആരോഗ്യ സുരക്ഷാ പദ്ധതി വേണം. കാലം മാറി വേതനം അവസാനിപ്പിക്കാൻ വൈകിക്കൂടാ. ഇന്ന് പ്രാദേശിക ലേഖകന്മാർക്ക് ഐഡന്റിറ്റി കാർഡ് പോലും പത്ര മാനേജ്മെന്റിൽ കൊടുത്തിട്ടില്ല. അത് കൊടുക്കാൻ മാനേജ്മെന്റുകൾ ഭയപ്പെടുന്നു. തൊഴിൽ വകുപ്പിന്റെ സെൻസസിൽ കൂടി പ്രാദേശിക ലേഖകന്മാർക്ക് PRD ഐഡന്റിറ്റി കാർഡ് നൽകണം. നഴ്സുമാർക്ക് ഉണ്ടാക്കിയെടുത്തതുപോലെ പ്രാദേശിക ലേഖകന്മാർക്കും മിനിമം വേജസിനു വേണ്ടി സർക്കാർ ലെജിസ്ലേഷൻ നടത്തണം. പത്ര മാനേജ്മെന്റുകൾ ക്ഷേമനിധിയിലേക്ക് വിഹിതം അടയ്ക്കാൻ വിസമ്മതിച്ചാൽ പത്രത്തിനുമേൽ സർക്കാരിന് സെസ് ഏർപ്പെടുത്താം.
കേന്ദ്ര പൂളിന് സഹായം ആവശ്യപ്പെടാം. കേരള പത്രപ്രവർത്തക അസോസിയേഷന് സ്റ്റേറ്റ് പ്രസ് അക്രഡിറ്റേഷൻ കമ്മിറ്റിയിൽ പ്രാതിനിധ്യം വേണമെന്നുള്ള ഞങ്ങളുടെ ആവശ്യം പ്രഷറും പ്രേരണവും മൂലം സർക്കാരിന് പരിഗണിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ അക്രഡിറ്റേഷൻ കമ്മിറ്റിക്ക് മാനദണ്ഡങ്ങളില്ല. ഇപ്പോഴത്തെ പ്രാകൃതമായ അക്രഡിറ്റേഷൻ നിയമങ്ങൾ പൊളിച്ചെഴുതണം. അക്രഡിറ്റേഷൻ കമ്മിറ്റിക്ക് മാനദണ്ഡങ്ങൾ വേണം. മാധ്യമപ്രവർത്തകർക്കെതിരെ അതിക്രമങ്ങൾ വർദ്ധിക്കുകയാണ്. നിരവധി അതിക്രമങ്ങളിൽ അസോസിയേഷന്റെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കുറ്റക്കാർക്കെതിരെ ജാമ്യമില്ലാ വ്യവസ്ഥകൾ പ്രാബല്യത്തിൽ വരണം. അതിനാവശ്യമായ നിയമനിർമ്മാണം അടിയന്തരമായി ഉണ്ടാവണം. പ്രാദേശിക ലേഖകർ സത്യസന്ധമായി നൽകുന്ന റിപ്പോർട്ടുകൾ പലപ്പോഴും വളച്ചൊടിക്കുകയും ഊതി വീർപ്പിക്കുകയും ചെയ്യുന്ന കാലിക മാധ്യമ സംസ്കാരത്തിനെതിരെ ജാഗരൂകരാകാനും ചെറുത്തുനിൽപ്പ് നടത്താനുമുള്ള സാമൂഹ്യ പ്രതിബദ്ധതയും കരുത്തും നിങ്ങൾക്കുണ്ടാകണം. ആർജവം കാട്ടുന്ന നൂതന മാധ്യമ സംസ്കാരം കരിപ്പിടിപ്പിക്കുന്നതിന് നിങ്ങൾ മുന്നോട്ട് വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടി സംഘടന കരുത്താർജിക്കുകയും സംഘടനാ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി അക്ഷീണം പ്രവർത്തിക്കുന്നതിനും സാമൂഹ്യനീതിയുടെ ആഹ്വാനം നിങ്ങൾ ഏറ്റെടുക്കുമെന്നുള്ള ഉത്തമ വിശ്വാസത്തോടെ ഞാൻ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്.